ആ നീ അടിച്ചു വരികയാണ്. എനിക്കൊരു ചായ ഇട്ടതാ, ഭയങ്കര തലവേദന. ആ നിങ്ങൾ വന്നാ ഓട്ടം നേരത്തെ കഴിഞ്ഞോ? ഓട്ടൊക്കെ ഇപ്പൊ ചായ വെച്ചിട്ട് ഇത് അവിടെ നിന്ന് അടിച്ചു വിട്ടിട്ട് നിങ്ങളിവിടെ ഉണ്ടാ? ഞാൻ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്, കുറേ ദിവസമായില്ലേ ആങ്ങളുടെ അവിടെ തന്നെ ഇരിക്കണം, അപ്പോൾ ഉമ്മ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഒരു വിരോധമൊന്നും ഇല്ലല്ലോ. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവിടെ തന്നെ ഇരുന്നൂടെ? പറഞ്ഞ അങ്ങനെയാണ്. എപ്പോഴും കുറച്ച് ദിവസമൊക്കെ ഇവിടെയും വന്ന് ഇവിടുത്തെ പേരക്കുട്ടികളൊക്കെ കാണാൻ, പേരക്കുട്ടികളോട് ഇരിക്കാൻ അവർക്കും ഉണ്ടാവില്ല ആഗ്രഹമൊക്കെ. എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? എൻ്റെ കുട്ടികളെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? വയസ്സായി പറഞ്ഞിട്ട് അവരിനെ ഒഴിവാക്കാനൊന്നും പറ്റൂലല്ലോ. പറയണത് അവരിപ്പോ വന്നാലും കുറച്ച് ദിവസമല്ലേ നിൽക്കുള്ളൂ. ഇതെന്താണ് നിങ്ങൾക്ക്? വയസ്സായ ആൾക്കാരിനോട് നമ്മളൊന്നും തുറന്ന് പറയാനും പറ്റില്ലല്ലോ. അവർക്ക് എന്താണ്, രണ്ട് ഭാഗത്തും നിൽക്കണം. ഒരു ഭാഗത്ത് തന്നെ അല്ല, രണ്ടാളുടെ അടുത്തും നിൽക്കണം. എന്തായാലും അവർ വരും, വന്നാൽ നിൽക്കുകയും ചെയ്യും. ആളെ നോക്കൂല എന്നല്ല, നാത്തൂനും അത്ര എന്താ പറയാ, അവർക്കും ഉണ്ടാവും വെറുപ്പും കാര്യങ്ങളും. എന്നാലും അവരാണ് നോക്കേണ്ടത് കടമക്ക്. നമ്മളൊക്കെ ശരി തന്നെയാണ്, അവര് കടമക്ക് അവർ നോക്കണം. എന്നാലും ആഗ്രഹം ഉണ്ടാവില്ലേ പേരക്കുട്ടികളെ കാണണമെന്നൊക്കെ. അപ്പൊ നിങ്ങളിനി വന്നാൽ എതിർക്കും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി നിങ്ങൾ എതിർപ്പ് കാട്ടരുത്. അത് നിന്ന് എത്ര ദിവസം നിന്നിട്ട് പോകാന്ന് വെച്ചാൽ അവന് പോയിക്കോട്ടെ, ഒന്നും പറയാൻ നിൽക്കണ്ട. അവര് നിന്നിട്ട് കുട്ടികളെ കണ്ടിട്ട് പോയിക്കോട്ടെ. വയസ്സായ ഇതന്നെ അവസ്ഥ. ഇന്ന് നമ്മളെ അവന് ചെയ്ത നാളെ നമ്മുടെ മക്കൾ നമ്മളെ ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സ്വത്തുണ്ടോ മുതലുണ്ടോ ഇല്ല, ഉള്ള കഞ്ഞി സ്നേഹത്തോടെ എല്ലാവരും കുടിക്കുക. അതിന് മുതൽ തന്നില്ല പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് നമുക്ക് ദേഷ്യം കാട്ടാൻ പറ്റില്ല. അവരോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല. കെട്ടിച്ച മക്കളുടെ അടുത്ത് വന്ന് നിൽക്കണത് ഒരു അന്തസ്സല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിനക്ക് ഇനി ഇതിലെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവർ വരും, വന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം നിന്നിട്ട് തന്നെ പോകും. അതിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ആങ്ങളുള്ളപ്പോൾ ആങ്ങളെ തന്നെയല്ലേ നോക്കണ്ടേ, ഞങ്ങളെയും വാപ്പി. പിന്നെ അവർക്ക് ഇവിടെ വിട്ട വേറെ എവിടെയെന്നുള്ളത് മക്കൾ തന്നെയല്ലേ നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞ ശരിയാണ്, മകൻ നോക്കണം ഇല്ലാന്നല്ല. കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നോട്ടെ. അവര് നിക്കണേനിപ്പോ എന്താണ്? നിന്നോട്ടെ, നിക്കണ്ടെന്നല്ല, കാലാകാലം നിക്കണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ ഇനി ഒന്നും പറയാൻ പോകണ്ട, അതെനിക്ക് പറയാൻ, അത്ര എനിക്ക് പറയാം. ഞാൻ പറയാനൊന്നും വരുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്? പിന്നെന്താണ്, പാവപ്പെട്ട വീടാണ്, ഇല്ലാത്ത കുടുംബങ്ങളൊക്കെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ കല്യാണം കഴിച്ചത്. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? എന്തായാലും അവർ വരും, വന്ന് നിങ്ങളൊന്നും പറയണമെന്ന്. അവർ വന്ന് ഇഷ്ടമുള്ളത്ര നിൽക്കട്ടെ. വയസ്സായ ആൾക്കാരല്ലേ, അവരോട് നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. എനിക്ക് പറയാം. അപ്പളല്ലേ, അപ്പൊ നോക്കാം. നീ ഇപ്പൊ തന്നെ വിഷമിക്കണ്ട.